മാനിക് മെഷിന്റെ പുതിയൊരു കലക്കൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് പ്രത്യേകതയുണ്ട്. വെയിറ്റ് ആൻഡ് സീ. അപ്പം നമ്മളൊരു ബോട്ട് യാത്രക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. 2 ബസ് ആൾക്കാരെ കാണുന്നുണ്ട്. നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ബസ്സിലാണ്, 2 ബസ്സിലായിട്ടാണ് പോകുന്നത്. നീലേശ്വരത്താണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് അടുത്തായിട്ട് ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നീലേശ്വരം കോട്ടപ്പുറം. നമ്മളിപ്പോൾ അവിടെയുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്കായിട്ട് റെഡിയാക്കിയ ഹൗസ് ബോട്ടാണിത്. അതിൻ്റെ വ്യൂയിലേക്ക് കാണാം. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബോട്ട്. 2 ഇതിലായിട്ട് അത്യാവശ്യം 120ഓളം ആൾക്കാരെ കൊള്ളുന്ന തരത്തിൽ സജ്ജീകരിച്ച ബോട്ടാണ്. ക്രൂയിസ് KL40 ഇതാണ് കമ്പനി നെയിം. മുകളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. താഴെ ആ ഒരു ഏരിയയിൽ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പില് ഒരറ്റത്താണ് നമ്മളുള്ളത്. പുറത്തോട്ട് പോവാം. ഫ്രണ്ട് ഭാഗമാട്ടോ. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടുന്ന് മൂവ് ചെയ്തിട്ടില്ല. മൂവ് ചെയ്തിട്ട് കാണിച്ചറായി ഏത് ദിശയിലോട്ടാ പോകുന്നത്. ബോട്ട് സ്റ്റാർട്ട് ചെയ്യണം അത്ര. ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10 മണി to 4 മണിയാണ്. 10 മണിക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു 11 മണിയോടെ സ്നാക്സ് പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം ഒരു ഉച്ചയ്ക്ക് 2 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. ബ്രേക്ക് ടൈമിലാണ് ലഞ്ച് കാര്യങ്ങളൊക്കെ. പിന്നെ 3:30 ടീ. പിന്നെ 4 മണിയോടെ എല്ലാം. അതാണ് ഇവിടുത്തെ ടൈം ഷെഡ്യൂള്. അങ്ങനെ അറിയാൻ പറ്റിയത് നമ്മിത് ഫസ്റ്റ് ടൈം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ജുനൈദ് പ്രത്യേകം പറഞ്ഞ വീഡിയോയിലോ കാര്യത്തിലോ നേടാക്കാൻ പാടില്ല. അത് നമ്മൾ മാനിക്കണം. നമസ്കാരം. എടുത്ത സ്വന്തം ഫോട്ടോ നോക്കിട്ട് നിർമ്മിതി അറിയുന്ന ബോസും പിള്ളേരും. ബോട്ട് 10:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളല്ല, അതിന്റെ ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഇവിടെ ഒക്കുപേ ചെയ്തിട്ടുണ്ട്. ബോട്ട് എടുത്ത് ഒരു 10:30 റിവേഴ്സ് പോകുന്നുണ്ട്. എന്താണ് ബോട്ട് യാത്രനെ പറ്റി പറയാനുള്ളത്? ബോട്ട് യാത്ര സ്റ്റാർട്ടിങ് അല്ലേ, നമുക്ക് നോക്കാം അങ്ങോട്ടേക്ക്. മെയിൻ അതല്ല, ഫുഡ് എന്താന്ന് പറയാം. നാടൻ ഫുഡ് കരിമീൻ പൊള്ളിച്ചുണ്ടോ നോക്കാം. നമ്മള് വേറൊരു ഹൗസ് ബോട്ടുമായിട്ട് ചേസിങ്ങിലാണ്. ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് കുറേ ബോട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് നേരെയുള്ളത് ഈ ഒരു ബോട്ടാണ്. നമ്മളെ ഹൗസ് ബോട്ടിന്റെ മുകളിൽ ഒരു ഏരിയ ആണ് ഇത്. മുകളിൽ പുറത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അമ്പി ബെഡ്റൂമിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അതിനുശേഷം ഡൈനിങ് ഏരിയ. അത്യാവശ്യം ഒരു 10-60 പേര് കൊള്ളുന്ന ഒരു ടീമിന് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഡൈനിങ് ഏരിയ മുകളിലാണ്. താഴെ ഒരു കോൺഫറൻസ് ഹാളുണ്ട്. നിലവിൽ ഇപ്പോൾ പ്രോഗ്രാമൊക്കെ അവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ പുറത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു ഏരിയ ഉണ്ട്. ഒരുപാട് ഹൗസ് ബോട്ട് ഉണ്ട് നിലവിലിവിടെ. നമ്മളിപ്പോഴുള്ളത് ക്രൂയിസ് KL40 എന്ന് പേരുള്ള ഒരു ബോട്ടിലാണ്. 1 വർഷമായി ഈ ബോട്ട് സർവീസ് ഇവിടെ ആരംഭിച്ചിട്ടെന്നാണ് പറഞ്ഞത്. ഈ മൊത്തത്തിൽ ഇവിടെ ഹൗസ് ബോട്ട് സർവീസ് ആരംഭിച്ചിട്ട് 12 വർഷമായി. നമ്മളിപ്പോഴാണ് ഇങ്ങനെയൊരു സ്ഥലത്തെക്കുറിച്ചും ഇവിടെ ഇങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ അടുത്ത് ഇവിടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാർക്ക് ഉണ്ട് എന്ന് അറിഞ്ഞത്. അപ്പം നല്ലൊരു അവസരമായിട്ട് കാണുന്നു ഇതിനെ. ഇതാണ് നമ്മുടെ റൂം, ഹൗസ് ബോട്ടിനകത്തെ റൂം. ഇവിടെ ഇപ്പൊ ജുനൈദ് മൂസി ഇങ്ങനെ ഇരിക്കാം. ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. വൻ പൊളി വ്യൂ. ഇതാണ് ഇതിനകത്ത് റൂമിലുള്ള ടോയ്ലറ്റ്. അത്യാവശ്യം നീറ്റും കാര്യങ്ങളുണ്ട്. റൂമിന്റെ ഒരു ഓവറോൾ ലുക്കായത്
നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മിറർ ഉണ്ട് ഇവിടെ നമ്മൾക്ക് വന്ന് ഒന്ന് റെഡി ആവണമെങ്കിൽ. അതുപോലെ ടോയ്ലറ്റ് രണ്ടും അറ്റാച്ച്ഡ് ആണ്. മുകളിലത്തെയും താഴത്തെയും അറ്റാച്ച്ഡ് ആണ്. അതുപോലെ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. ഇതുണ്ടോ, റൂം തുറന്നു കഴിഞ്ഞാൽ റൂമിൽ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും നമുക്ക്. ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? ഫ്രണ്ട്സുമായിട്ട് വന്ന് ചില്ല് ചെയ്യണം, നൈസ് ആയിരിക്കും. ഇതിപ്പം കുറച്ചൊരു ഒഫീഷ്യൽ ഫംഗ്ഷൻ ആണ്, ഞങ്ങൾക്ക് പരിചയമില്ലാത്തവരാ കൂടുതൽ, അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? അതെ, ഫാമിലി ആയിട്ടായാലും ഫ്രണ്ട്സ് ആയിട്ടായാലും വരാൻ വേണ്ടി സൂപ്പർ ആയിരിക്കും. നമ്മള് ഹൗസ് ബോട്ടിൽ അറിയാൻ വേണ്ടിയിട്ട് എന്താ ഫോട്ടോ എടുക്കും. അപ്പൊ എല്ലാവരും അവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ താഴെ വന്നിട്ട് ചായ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താഴെ നമുക്ക് പോയിട്ട് നോക്കാം ചായക്ക് എന്താ ഇല്ലേന്ന്. നമ്മളിപ്പം ടീ ബ്രേക്കിന് വേണ്ടി താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മളെ ബോട്ടിന്റെ ഡ്രൈവറാണ്, ദർശൻ എന്നാണ് ചേട്ടന്റെ പേര്. അപ്പം നമ്മളിവിടെ കവർ ചെയ്യുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ചേട്ടൻ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇപ്പം ഈ ബോട്ട് ക്രൂസ് തുടങ്ങുന്ന വെച്ചാൽ കോട്ടപ്പുറം നിരീക്ഷണം, കോട്ടപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ കുറേ സ്ഥലം പാസ് ചെയ്യും. അങ്ങനെ നമ്മൾ വലിയറമ്പ് ബാക്ക് വാട്ടർ ടൂറിസം എന്ന് പറഞ്ഞ അണ്ടറിലാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയപറമ്പ് ബാക്ക് വാട്ടർ ടൂറിസ്റ്റിന്റെ അണ്ടറിലാണ് ഇപ്പൊ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വേൾഡ് ടൂറിസത്തിൽ തന്നെ 32ാം സ്ഥാനത്തിലുള്ള ഒരു പഞ്ചായത്താണ് ആ ടൂറിസത്തിൽ വലിയറമ്പ്. അതാണ് ഇനി നമ്മൾ ഈ കാണുന്നതോ ഈ ഒരു നമ്മളിപ്പോ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ വേൾഡ് റാങ്കിങ്ങിലെ 32ാണ്. വേൾഡ് റാങ്കിങ്ങിലെ 32ാമത്തെ ഒരു ഏരിയ ആണ് നമ്മളിപ്പോ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൂറിസത്തിന്റെ ഇതില്. പിന്നെ കുറെ ഗുണങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിലൊക്കെ നീളം കൂടിയ ഒരു ദ്വീപായിട്ടുള്ളത്. ഒട്ടനവധി വിശേഷങ്ങളുള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നീളം കൂടിയ ഒരു ദ്വീപാണ് നമ്മൾ ഈ കരയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 24 കിലോമീറ്റർ ഈ ദ്വീപിന്റെ ലെങ്ത്. ഇപ്പുറ സൈഡ് കൗവായി പുഴയും അപ്പുറ സൈഡ് അറബിക്കടലുമാണ്. നമ്മള് ഈ ഒരു ദ്വീപിന്റെ തീരത്ത് മാത്രമേ ബോട്ട് പോകുന്നുള്ളൂ. നമ്മളിങ്ങനെ പോയി വലിയറുമ്പോ പാല ബ്രിഡ്ജിന്റെ അടുത്തേക്ക് ഏകദേശം പിന്നെ അവിടുന്ന് എടുത്തിട്ട് ഒരു 1 മണിയാകുമ്പോൾ ലഞ്ച് ബ്രേക്ക് അവിടെ നിർത്തും. സെൻട്രൽ പുഴേന്റെ സെൻട്രൽ നിർത്തിയിട്ട് ലഞ്ച്. നല്ല വിഭവസമ്പന്നമായ സദ്യ. നമ്മളിപ്പോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇപ്പൊ ബിരിയാണി വേണം എന്ത് വേണമെങ്കിൽ ഓപ്ഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോ ഈ ബോട്ടിൽ ഏകദേശം എത്ര മെമ്പേഴ്സിനെ കൊള്ളും? ഈ ബോട്ടിലൊരു 120 വരെ 120 പേരുള്ള മെമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ ബോട്ടിൽ ചെലവഴിക്കാൻ പറ്റും. 120 ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോഴ് നമ്മള് റേറ്റും കാര്യങ്ങളൊക്കെയോ? റേറ്റും ഡിഫറെന്റ് പാക്കേജാണ്. ഓരോരോ ട്രിപ്പിന് ഓരോരോ റേറ്റ്. നമ്മൾ നൈറ്റ് ഉണ്ട്, 1 ഹവറുണ്ട്, 2 ഹവറുണ്ട്, ഡിന്നർ ഉണ്ട്, ഓവർ നൈറ്റ് ഉണ്ട്, 24 ഉണ്ട്, അങ്ങനെ കുറെ പാക്കേജാണ്. ഓവർനൈറ്റ് കൂടുതലും ഫാമിലീസ് ഒക്കെ ആയിരിക്കും അല്ലേ ചൂസ് ചെയ്യുന്ന കപ്പിൾസ്. ഓവർനൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഡേ ടൈം മാത്രമല്ല നൈറ്റ് ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ നൈറ്റ് വന്ന കപ്പിൾസിന്, പ്രത്യേകിച്ച് ഈ ഹണിമൂൺ ടൈമിലൊക്കെയുള്ള കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ നൈറ്റ് ടൈം ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം നമ്മൾ സൺസെറ്റും സൺറൈസും കാര്യങ്ങളൊക്കെ കാണുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാക്കേജിന്റെ ഓരോരോ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ റേറ്റ് വരുന്നത്. എന്നാലും നമ്മൾ ഏകദേശം ഒരു സ്റ്റാർട്ടിങ് പറയാൻ വേണ്ടി 8 പേർക്ക് 15. 8 പേർക്ക് ഫുൾ AC ആണെങ്കിൽ 15 പേർക്ക് 15,000 അല്ലേ? 8 പേർക്ക് 15,000 ആണ് ഒരു മിനിമം എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് നമുക്ക് പറയാനാവും. നമ്മുടെ ഹൗസ് ബോട്ടിലെ കിച്ചൺ ഏരിയ ആണ്. ഇപ്പൊ ഇവിടെ ലഞ്ച് പ്രിപ്പയർ ചെയ്യേണ്ട തിരക്കിലാണ്. ഏട്ടാ ഇതൊന്ന് സ്പെഷ്യൽ എന്നാ പായസം, കൂട്ടുകറി, മീൻ പൊരിച്ചത്. ചേട്ടനാണ് ഇവിടുത്തെ മെയിൻ കുക്ക്. ഇവിടെ ഉച്ചക്കേക്കുള്ള എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലുള്ളത്. പായസം അല്ലേ ഇത്? പായസം റെഡി ആവുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഉച്ചയാകുമ്പോഴേക്ക് ഫുഡ് എങ്ങനെയാണ്. താങ്ക് യു ഏട്ടാ. ഇവിടെയും മൊട്ടവെയിലാണ്, എല്ലായിടത്തും മൊട്ടവെയിലാണ് ഗൈസ്. നല്ല കരിഞ്ഞുണങ്ങുന്നുണ്ട്. അപ്പൊ ഹൗസ് ബോട്ടിന്റെ മുകളിൽ നമ്മൾ ഉണക്കാനിട്ടിരിക്കുകയാണ്. അതെ, എല്ലാ ദിവസവും കിട്ടൂലല്ലോ അല്ലെ ഹൗസ് ബോട്ടിൽ വന്ന് ഇങ്ങനെ ഉണങ്ങേണ്ട ചാൻസ്. അപ്പൊ അത് മാക്സിമം എൻജോയ് ചെയ്യാം. അതെ അതെ, വെയിലായാലും മഴയായാലും ഒന്ന് എൻജോയ് ചെയ്യാം.
ഉച്ച ടൈം ആയതുകൊണ്ട് നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ ആരുമില്ല. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നിന്നു. വേണ്ട, നമ്മുടെ ചുറ്റിലും ബോട്ടുകളുണ്ട്. ഒരെണ്ണം ഇതാ നമ്മൾക്ക് നേരെയുണ്ട്, പിന്നെ ഇതൊക്കെ ഓരോ ബോട്ടുകളാണ്, ഓരോ കമ്പനികളുടെ ബോട്ടുകളാണ്. കൂടുതലും എല്ലാത്തിലും ഫാമിലീസും കാര്യങ്ങളൊക്കെയാണുള്ളത്. സൺഡേ കൂടെ ആയതുകൊണ്ട് നല്ലൊരു ഡേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം എല്ലാവരും ഫാമിലി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓരോ ബോട്ടിൽ നിന്നും ഓരോ ടൈപ്പ് പാട്ടുകളാണ് കേൾക്കുന്നത് അമ്പി. ചിലവര് പാടി എൻജോയ് ചെയ്യുന്നുണ്ട്, ചിലവര് പാട്ട് വെച്ച് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. എന്തായാലും കൊള്ളാം, അടിപൊളി. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ സ്പോൺസറാണ് എൻ്റെ അടുത്തിരിക്കുന്ന ലഞ്ച് ചേച്ചി, ചേട്ടൻ്റെ വൈഫ്. ചേട്ടനാരാന്ന് അമ്പി പിന്നെ പരിചയപ്പെടുത്തി തരും. ലഞ്ച് ചേച്ചി എങ്ങനെയുണ്ട് നമ്മുടെ ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ്? അടിപൊളിയല്ല? അടിപൊളിയല്ല. ഇപ്പം വേഗമായ പരിപാടികളൊക്കെ വരുന്നതേ ഉള്ളൂ അല്ലേ? സ്പെഷ്യൽ എന്തൊക്കെയോ താഴെ നടക്കുന്നുണ്ട്. ലഞ്ച് ചേച്ചിക്ക് ആ സേരക്കളിയിലൊക്കെ പങ്കെടുത്തു. നിർഭാഗ്യവശാൽ പ്രൈസ് കിട്ടിയില്ല. അടുത്ത ഗെയിമിൽ സെറ്റാക്കുന്ന പറഞ്ഞിട്ടുള്ളത്. നമ്മള് ലഞ്ചുച്ചിന്റെ ഹസ്ബൻഡും എന്റെ ബോസുമായ ജേട്ടനാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ സ്പോൺസർ. ജേട്ടൻ കാരണമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ചേട്ടൻ നമ്മുടെ വീഡിയോനെ കുറിച്ച് ലൈക്ക് പറയാം. കണ്ണൂരിൽ നിന്നുള്ളവർക്കും കാസർഗോഡ് നിന്നുള്ളവർക്കായാലും നേരെ പഴയങ്ങാടി വന്ന് പുളിമൂട്ടിൽ ഫർണിച്ചർ അന്വേഷിച്ചാൽ മതി. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തു അല്ലാതെ കണ്ടിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള ഫർണിച്ചറോ കാര്യങ്ങളോ വേണമെങ്കിൽ ഡയറക്റ്റ് വരിക, ചേട്ടനെ ചോദിക്കാം. അല്ലെങ്കിൽ അമ്പി ഉണ്ടാവും അവിടെ, ബാക്കി ആൾക്കാരൊക്കെ ഉണ്ടാവും. ഡൂക്കം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഓഫർ കൊടുക്കുമോ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഫർണിച്ചർ സെയിൽ മാത്രമല്ല, നല്ല എല്ലാം ഓൾ ഫർണിച്ചർ മാനുഫാക്ചർ. ലൊക്കേഷൻ വരുന്നത് പഴയങ്ങാടി മാർക്കറ്റ് റോഡിലാണ്. ഫർണിച്ചർ ലാത്ര മൈസോഫ, ലാത്ര നമ്മളെ ഫാക്ടറികളെല്ലാം സോഫ മാനുഫാക്ചറിങ്, വുഡൻ ഫർണിച്ചർ മാനുഫാക്ചറിങ്, പാർട്ടിക്കൽ ബോർഡ്, ഇന്റീരിയർ എല്ലാം നമ്മൾ മാനുഫാക്ചറാണ്. നമ്മൾ പിന്നെ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്തല്ല, എല്ലാം കസ്റ്റമൈസ്ഡ് ഫർണിച്ചർ. അപ്പൊ ആയിരിക്കെങ്കിലും ഫർണിച്ചർ ആവശ്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഉച്ചക്കത്തെ ഫുഡ് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇപ്പം 2:30 കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പം നമ്മൾ ഇലയിൽ ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. തോരൻ, അച്ചാറ്, കൂട്ടുകറി, പച്ചടി, ചോറിനും ബാക്കി കറികൾക്കുമായിട്ട് വെയിറ്റിംഗ് ആണ്. ചിക്കൻ്റെ എന്തോ ഐറ്റം വന്നിട്ടുണ്ട്, അതുപോലെ സാമ്പാർ. ലേറ്റ് ആയിട്ടാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് ഫിഷ് ഫ്രൈയും കൂടെ വന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ചോറൊക്കെ തിന്നാൻ തുടങ്ങി. അപ്പം ഇനി ഫുഡിട്ട് വരാം. ഹലോ, ഫുഡടി കാര്യങ്ങളൊക്കെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ റെസ്റ്റ് ചെയ്യാണ്. എല്ലാവരും 2 ട്രിപ്പായിട്ടാണ് ഇരുന്നത്. നമ്മൾ കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ. ബോട്ടെടുത്ത് നല്ല ഫുഡായിരുന്നു, മോശമില്ല. പായസം ഉണ്ടായിരുന്നു, പഴം ലാസ്റ്റാണ് കിട്ടിയത്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ഐറ്റംസ്, കുറച്ചധികം ഐറ്റംസ് തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു ഫുഡ്. ഫിഷ് ഫ്രൈയും ഉണ്ടായിരുന്നു. ഒരു ഫിഷ് ഫ്രൈ സദ്യ അല്ലേ, നമ്മൾ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ചിക്കനും ഫിഷ് ഫ്രൈയും ഉള്ളൊരു സദ്യ. നീലേശ്വരം കോട്ടപ്പുറ ഏരിയ ആണിത്. ചുറ്റുപാടും കാണുന്നത് ആ സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെ തന്നെയാണ് ഹൗസ് ബോട്ട് കാര്യങ്ങൾ മെയിൻ കേന്ദ്രീകരിച്ചിട്ടിരിക്കുന്നത്. നല്ല വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട്. അറിയാലോ, നമ്മൾ പ്രത്യേകിച്ച് പുഴയിലെ ഇങ്ങനെ ബോട്ടിലൂടെ പോകുമ്പോൾ കാണുന്നതൊക്കെ നല്ല മനോഹരമായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ബോട്ടിൽ നമ്മൾ ഒരു രാവിലെ 10 മണി മുതൽ 4 മണി വരെ ചിലവഴിക്കാൻ, രാവിലത്തെ ചായയും ഉച്ചക്കത്തെ ചോറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ദിവസം നമ്മൾ വെൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതേ അമ്പി ഇതിൻ്റെ പൊക്കത്ത് കയറിയിരിക്കുന്നുണ്ട്. കുട്ടികളാരും ഇത് കണ്ട് അനുകരിക്കരുത്. അമ്പി എന്താണ് ബ്രോ? നല്ല രസമുണ്ടല്ലോ കാണാൻ ചുറ്റുപാടും. അല്ലല്ല, ക്ഷീണിച്ചിട്ടൊന്നുമില്ല. ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം വന്നപ്പോ എഴുന്നേക്കാൻ പറ്റുന്നില്ല. നല്ല ഹെവി ആയിട്ട് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. പായസമൊക്കെ ഉണ്ടായില്ലേ, അപ്പൊ അതെല്ലാം കുടിക്കുമ്പോ ഏകദേശം ഹെവി ആയിപ്പോയി. ഇതിപ്പോ നമ്മൾ ഏകദേശം സ്റ്റാർട്ട്
സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ പോവാ. 4 മണി വരെയാ ടൈം. അതുകൊണ്ട് ബോട്ട് നല്ല കത്തിച്ച് വിടുന്നുണ്ട്. 3:30 ആയിട്ടുണ്ട് ഇപ്പൊ സമയം. ഇനി ഇപ്പൊ അരമണിക്കൂറും കൂടെ. നമ്മുടെ പുറകെയും കുറച്ച് ബോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സൈഡായിട്ട് ഒരു ഹാർബർ കാണുന്നുണ്ട്. അഴിമുഖം നമ്മൾ പാസ് ചെയ്തു. നല്ല കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ സമയം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ദൂരത്തായിട്ടൊരു ഹാർബർ കാണുന്നുണ്ട്. ബാക്കി നേരത്തെ കണ്ട കാഴ്ചകൾ ചുറ്റിലും. ഏകദേശം ടൈമായി. എല്ലാ ബോട്ടും കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കര മീൻസ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. തന്നെ എത്തിയിട്ടുണ്ട്. തിരിച്ചെത്തി. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു. ഒരു ഫുൾ ഡേ നല്ല രീതിയിൽ ഹൗസ് ബോട്ടിൽ സ്പെൻഡ് ചെയ്തു അല്ലേ? നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. നല്ല ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് സൂപ്പറാണ്. ഫുഡ് ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, ഫുഡ്, സ്റ്റാഫും അതെ നല്ല അത്യാവശ്യം കാര്യങ്ങൾ നമ്മളോട്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിനൊന്നും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ആ രീതിയിൽ അടിപൊളിയാണ്. KL40 സൂപ്പർ. ഞങ്ങള് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പൊളിക്കുക.